ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് നമ്മളെ ചലഞ്ചിൽ പാർട്ട് 3 ആണ് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സ്ക്രാപ്പ് ഫാബ്രിക്, അതായത് നമ്മൾ യൂസ് ചെയ്യാത്ത ഫാബ്രിക് വെച്ചിട്ട് റീസൈക്കിൾ ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കി സെയിൽ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സിൻ്റെ വീഡിയോസ് സെയിൽ ആക്കുന്ന, നല്ലപോലെ സെയിൽ നടക്കുന്ന ഡിഫറെൻ്റായിട്ടുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നല്ലപോലെ സെയിൽ നടക്കുന്ന പ്രൊഡക്റ്റുകളെക്കുറിച്ച്, ഞാൻ സെയിലാക്കുന്ന പ്രൊഡക്റ്റുകളെക്കുറിച്ചും ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താഴെ വന്ന കമൻറ്റാണ് അതിലുള്ള ഓരോ പ്രൊഡക്റ്റും ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ ഇടണം എന്നുള്ളത്. അപ്പോൾ അതിന് ഭാഗമായിട്ട് നമ്മൾ ചലഞ്ച് ചെയ്യുന്നതിന് കൂടെയും പാർട്ട് 3 ആയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ പഴയ തുണി വെച്ചിട്ട് ചെയ്യുന്ന ഒരു വോൾ ഹാങ്ങിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു എലഫൻറ്റിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാറ്റേൺ ആദ്യം പ്രിൻ്റ് ഔട്ട് എടുക്കണം. പാറ്റേൺ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുക്കാം. ആ ഒരു പാറ്റേൺ പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അത് അതേപോലെ തന്നെ നിങ്ങളുടെ ഫാബ്രിക്കിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബോഡി പീസ് 2 നമ്മൾ കട്ട് ചെയ്യണം. അതിൻ്റെ തുമ്പിക്കൈയുടെ ഏരിയ 2 കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റും റൈറ്റും സൈഡ് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇത് അതിൻ്റെ ബോഡി പാർട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ തുമ്പിക്കൈയുടെ ഏരിയ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ കട്ടിങ്, സ്റ്റിച്ചിങ്ങും കാണിക്കുന്നുണ്ട്, ഫൈനൽ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോഡി പാർട്ടിലേക്ക് 2 പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, റൈറ്റും ലെഫ്റ്റും ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ചെവി 4 പീസാണ് ഫാബ്രിക്കിൽ നിന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിൻ്റെ ടെയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 ഇഞ്ചസ് ലെങ്ത്തും 1 ഇഞ്ച് വീതിയുമുള്ള ടെയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ചെവിയിലേക്ക് ഉപയോഗിക്കുന്ന ഫാബ്രിക് തന്നെയാണ് വാലിലേക്കും ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ച് കട്ട് ചെയ്താൽ നമുക്ക് 4 ചെവിയുടെ ഫാബ്രിക്കും 2 തുമ്പിക്കൈയുടെ പീസും 2 ബോഡിയുമാണ് നമുക്ക് കിട്ടുന്നത്. ആദ്യം നമ്മൾ ഈ ഒരു ചെവിയുടെ പോർഷനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. 2 പീസ് ചേർത്ത് വെച്ച് നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു കർവായിട്ടുള്ള ഏരിയ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഏരിയ ഓപ്പൺ ആക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിലേക്ക് നമ്മൾ സ്റ്റഫിംഗ് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ചെവി സ്റ്റഫ് ചെയ്യാതെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ ബാക്കി കർവ്ഡ് ആയിട്ടുള്ള ഏരിയ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മളിതാ 2 ചെവിയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു കർവ് ഏരിയാസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചെടുക്കുന്നതിന് മുന്നേ ആ ഒരു എഡ്ജസിലെല്ലാം ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. സ്റ്റിച്ചിലേക്ക് എത്താതെ ചെറിയ രീതിയിലുള്ള നോച്ചസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. 4 ഇഞ്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ചെറിയ നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കണം. രണ്ട് ചെവിയും നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ നല്ല പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി ഒന്ന് അയൺ ചെയ്യുന്നത് നല്ലതാണ്. ഇനി നമ്മുടെ ബോഡി പാർട്ടിലേക്ക് ഈ ഒരു ചെവി അറ്റാച്ച് ചെയ്യുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നല്ല വശത്ത്, നമ്മൾ ബോഡി പീസ് കട്ട് ചെയ്തതിൻ്റെ നല്ല വശത്താണ് നമുക്ക് ചെവി അറ്റാച്ച് ചെയ്യേണ്ടത്. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ്. ആ ഒരു പാറ്റേണിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണി ചേർത്ത് വെക്കുമ്പോൾ ഒരു 4 ഇഞ്ച് അകലത്തിൽ നമ്മുടെ സീം അലവൻസ് ഉണ്ട്.
അതിൽ എവിടെയാണ് ചെവി വെക്കേണ്ടത് എന്നുള്ളതും ആ ഒരു പാറ്റേണിൽ കാണിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ആ ഒരു ബോഡി പാർട്ടിൻ്റെ നല്ല വശത്ത് ആ ഒരു ചെവി വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ 2 ബോഡി പീസിലും ഇതേപോലെ ഇയേഴ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു തുമ്പിക്കൈയുടെ ഏരിയ നമ്മൾ 1/4 ഇഞ്ച് സീം അലവൻസ് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ചെവിയിലേക്കും ബോഡി പാർട്ടിലേക്കും ചേർത്ത് വെച്ചിട്ട് പിൻ ചെയ്തിട്ട് 3ഉം കൂടി ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ 3 പീസും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്ത് മെയിനായിട്ടും എല്ലാ പാർട്ടും കൂടി ജോയിൻ ചെയ്തിട്ടുള്ള 2 ഫാബ്രിക് പീസസ് ആണ് ഉള്ളത്. ഇതാണ് നമ്മുടെ എലഫൻറ്റിൻ്റെ ബോഡി പീസായിട്ട് വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വാലാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫാബ്രിക് 2 വശത്ത് നിന്നും സെൻറ്ററിലേക്ക് മടക്കുക. എന്നിട്ട് ഒരു മടക്കം കൂടിയിട്ട് മടക്കിയെടുക്കുക. മടക്കി വെച്ചേക്കുന്ന ഇതേപോലെയാണ് നമ്മൾ മടക്കിയെടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് കൂടിയിട്ട് നിങ്ങൾ കൈവച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ റണ്ണിങ് സ്റ്റിച്ച് വെച്ച് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്തിട്ട് മെഷീനിൽ നോർമൽ സ്റ്റിച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അറ്റത്ത് കൂടെ വേണം അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ മെയിൻ ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാറ്റേണിൽ കറക്റ്റായിട്ട് എവിടെയാണ് അതിൻ്റെ ടെയിൽ വെക്കേണ്ടത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ ഒരു ടെയിൽ ഈ ഫാബ്രിക്കിൻ്റെ ബോഡി പീസസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതാണ് അതിൻ്റെ ടെയിൽ പ്ലേസ്മെൻ്റ് ആയിട്ട് വരുന്ന ഏരിയ അവർ പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഏരിയയിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ 2 മെയിൻ പീസസും ജോയിൻ ചെയ്തിട്ടെടുക്കണം. ആ ഒരു ടെയിൽ ഏരിയയിൽ നിന്ന് താഴത്തേക്ക് ഒരു 2 ഇഞ്ച് അകലത്ത് ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി ഏരിയാസ് എല്ലാം നമ്മൾ സ്ട്രോങ് സ്റ്റിച്ച് വെച്ച് ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നിങ്ങൾ പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ കർവ്സും ഒരേപോലെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേപോലുള്ള ഫാബ്രിക് വെച്ചിട്ടുള്ളത് ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ് HI എന്ന് പറയുന്നത്. അപ്പോൾ HIയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു 2 ഇഞ്ച് അകലത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാ കർവിലും പ്രൊജക്ഷൻ ഏരിയാസിലും നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം. കട്ടിട്ട് കൊടുക്കുമ്പോൾ ബിഗിനേഴ്സ് ശ്രദ്ധിക്കണം, സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ വേണം നിങ്ങൾ ആ ഒരു ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നോച്ചസ് ഇടാതെ നിങ്ങൾ നല്ല വശത്തേക്ക് മറിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയാസ് നമ്മൾ നമ്മുടെ പഞ്ഞിയൊക്കെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത ഷേപ്പ്ലെസ് ആയിട്ടാണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുക. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റഡ് ഏരിയാസിലും കർവ്ഡ് ഏരിയാസിലും നിങ്ങൾ ചെറിയ നോച്ചസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നമ്മുടെ ടോയ് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ സ്കിപ്പാക്കിയിട്ട് പോകരുത്. ഇനിയും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻറ്റും കൂടെ ഉണ്ട്. അതിൻ്റെ ടെയിൽ ഇച്ചിരി സ്റ്റിഫാവാൻ വേണ്ടിയിട്ട് ചെറിയൊരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റഫ് ചെയ്യണം. സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോളിസ്റ്റർ പഞ്ഞിയോ കോട്ടണോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. തുണിയുടെ ചെറിയ പീസസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ലീവേജ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കാത്ത ഏരിയാസിലെ 2 ഇഞ്ച് ഏരിയ അത് സ്റ്റിച്ച് ചെയ്ത് കവർ ചെയ്തെടുക്കണം. അപ്പോൾ പുറത്തുകൂടി കാണാത്ത രീതിയിൽ വേണം ഈ ഒരു ഏരിയ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സെയിൽ ചെയ്യാനുള്ള പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയിൽ സ്റ്റിച്ചൊന്നും കാണാത്ത രീതിയിൽ വേണം അത് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഇൻവിസിബിൾ സ്റ്റിച്ച് അല്ലെങ്കിൽ ലാഡർ സ്റ്റിച്ച് എന്ന് പറയുന്ന ഹാൻഡ് സൂയിങ് സ്റ്റിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതേപോലെ നമ്മുടെ സൂചി ഉള്ള സൈഡിൽ അല്ല, ഓപ്പോസിറ്റ് സൈഡ് സൂചിയുള്ള
ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതേപോലെ കുത്തി താഴത്തേക്ക് ഇറക്കി കൊടുക്കണം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതേപോലെ ത്രെഡ് അതായത് സൂചി ഏത് വശത്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കുത്തിയിട്ട് താഴത്തൂടെ എടുക്കുക. എന്നിട്ട് അതേപോലെ ഫുള്ള് ലെങ്ത്തിലും നിങ്ങൾ ലീവ് ചെയ്തേക്കുന്ന ഫുള്ള് ലെങ്ത്തിലും അതൊന്ന് ഫുള്ള് സ്റ്റിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക. അധികം ടൈറ്റ് ചെയ്യാതെ ആദ്യം അതൊന്ന് ഫുൾ ലെങ്ത്തിലേക്ക് ആ ഒരു ലാഡർ സ്റ്റിച്ച് എത്തക്ക രീതിയിൽ ഫുള്ളായിട്ട് ആ ഒരു ഏരിയ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ആകെ 2 ഇഞ്ചായിരുന്നു നമ്മൾ ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഏരിയ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മുടെ സോഫ്റ്റ് ടോയുടെ ഒക്കെ ലാസ്റ്റ് ഫില്ല് ചെയ്തിട്ട് ഫിനിഷിങ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലാഡർ സ്റ്റിച്ച് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇൻവിസിബിൾ സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് ത്രെഡ് നല്ല ടൈറ്റിൽ വലിച്ചെടുക്കുക. അങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയ നല്ല പോലെ കവറായിട്ട് പുറത്ത് ത്രെഡൊന്നും കാണാത്ത രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ കാണിച്ചത്. ചെയ്തിട്ട് മാക്സിമം ഉള്ളിലേക്ക് ത്രെഡ് വലിച്ചെടുത്തിട്ട് ആ ഒരു ടോയ് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് വേണം ത്രെഡ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ത്രെഡ് ഉള്ളിൽ കിടക്കുകയും ചെയ്യും. അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ കവർ ചെയ്ത ഏരിയ നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ വാൾ ഹാങ്ങിങ്സ് ഒക്കെ ചെയ്യുന്നത്. ഞാൻ സൈഡിൽ ഇമേജ് കൊടുക്കാം. അങ്ങനെ വാൾ ഹാങ്ങിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല സെയിൽ നടക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് എത്തനിക് ആയിട്ടുള്ള വാൾ ഹാങ്ങിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എത്തനിക് രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള പ്രിൻസും കാര്യങ്ങളും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സെയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു എലഫൻറ്റ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഉപകാരം ഒന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.